ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാണ്. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എള്ളെണ്ണയാണ്. കൂടുതൽ കാലം കേട് വരാതിരിക്കാൻ നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതേ കടുക് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. ഉലുവ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പ് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ പഞ്ചസാര, അതിൽ 2-3 ഏലക്കായും കൂടി ഇട്ട് പൊടിച്ച് വെച്ചതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. കുറച്ചും കൂടി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാവണം. അതിന് ശേഷം നമ്മൾ അടുപ്പത്തുനിന്ന് ചട്ടി ഇറക്കി വെച്ചതിന് ശേഷമേ നമ്മൾ പൊടി ഇടാൻ പാടുള്ളൂ. ചൂടെടുക്കിട്ടാൽ കരിഞ്ഞു പോകും. അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്. കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയൊക്കെ നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർക്കുമ്പോഴാണ് അച്ചാറിന് ഒരു കുത്തണ കളർ വരിക. പുറത്തേക്ക് നല്ല കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ 2 മുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ, കടുക് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതും കൂടെ ഒന്ന് ചേർക്കണം. അത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അത് ഇതും കൂടി ഇതിന് ചേർക്കാം. ഇത് ഫുള്ളായിട്ട് അതിലേക്ക് ഇടൂല. ഇത് വേറെ അച്ചാറിനും കൂടി കണ്ടിട്ടാണ് കൂടുതൽ പൊടിച്ച് വെച്ചത്. അപ്പോൾ എനിക്ക് എല്ലാതും ഒരു കൈക്കണക്കാണ് കേട്ടോ. അളവും കാര്യങ്ങളൊന്നുമില്ല. സുമാറിലങ്ങനെ പോകും. അപ്പോൾ ഇതേ ആ പഞ്ചസാരയും കൂടെ കിട്ടു. ഇനി അതേ വെളുത്തുള്ളി നമ്മൾ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ ഞാൻ ചട്ടി വീണ്ടും അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. ആവശ്യത്തിനായിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിക്കായമാണ്. അതും കൂടി ചേർക്കാം. ഇതേ കേക്ക് വൃത്തിയാക്കി വെച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ഇതേ വിനാഗിരി വീണ്ടും ആവശ്യത്തിന് ചേർക്കാൻ ഞാൻ ചേർത്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാകുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.